1938 ജൂൺ മാസം 14-ാം തീയതി മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള ആവോലി എന്ന ഗ്രാമത്തിലാണ് സഖാവ് വർഗീസിന്റെ ജനനം. ആ പ്രദേശത്തെ ഒരിടത്തരം കർഷകനായിരുന്നു വർഗീസിന്റെ പിതാവ് അരീക്കാട്ട് വർഗീസ്. മാതാവ് സാറ ഒരു സാധാരണ വീട്ടമ്മയും. വർഗീസ് ജനിച്ച് ഏതാണ്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ മധ്യ തിരുവിതാംകൂറിലെ കർഷകരെ വലിയ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ട് കുരുമുളകും കവുങ്ങും മറ്റും കൃഷിനാശം വന്ന് നാട് വലിയ വറുതിയിലായി തീർന്നു. അക്കാലത്ത് തിരുവിതാംകൂറിന്റെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അടിച്ചമർത്താൻ ശ്രമിക്കുന്ന കാലം കൂടിയായിരുന്നു. 1940-കളിൽ ആ പ്രദേശങ്ങളിലെ ഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവർ കോൺഗ്രസിന്റെ കൊടിക്കീഴിൽ അണിനിരുന്നവരായിരുന്നു. അങ്ങനെ ഒരേ സമയം വിളനാശവും രാഷ്ട്രീയമായ അക്രമവും കൊടിയ പീഡനവും അനുഭവിച്ചുകൊണ്ടിരുന്ന വർക്കി അടക്കമുള്ള കർഷകർ സ്വന്തം നാട്ടിൽ നിന്ന് ഉള്ളതെല്ലാം വിറ്റുപെറുക്കി വലിയൊരു കൊടിയേറ്റത്തിന് ശ്രമിക്കുന്ന കാലമായിരുന്നു. ജന്മനാട്ടിൽ നിന്നും സകലതും ഉപേക്ഷിച്ച് വലിയൊരു ജനത മലബാറിലേക്കുള്ള പലായനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ മൂവാറ്റുപുഴയിൽ നിന്ന് പുറപ്പെട്ട് അരീക്കാട്ട് വർക്കിയും കുടുംബവും അങ്ങ് ദൂരെ വയനാട്ടിലാണ് എത്തിച്ചേർന്നത്. വെള്ളമുണ്ട എന്ന ഗ്രാമപ്രദേശമാണ് വർക്കി തന്റെ ശിഷ്ടകാല ജീവിതം കരുപിടിപ്പിക്കാൻ കണ്ടെത്തിയത്. വലിയ വെല്ലുവിളികളായിരുന്നു വർക്കിയെ കാത്ത് വെള്ളമുണ്ടയിലുണ്ടായിരുന്നത്. കൊടും വനവും വന്യമൃഗങ്ങളുടെ ശല്യവുമെന്നു വേണ്ട, ജീവിതം ഒന്നിൽ നിന്ന് തുടങ്ങിയെടുക്കാൻ വർക്കി വല്ലാതെ ബുദ്ധിമുട്ടി. കാട് വെട്ടിത്തെളിച്ച് ജീവിതത്തിന് പുത്തൻ പ്രകാശം നൽകാൻ അഹോരാത്രം വർക്കി കഷ്ടപ്പെട്ടു. കാട്ടുപന്നിയുടെ രൂക്ഷമായ ശല്യമുള്ള സ്ഥലമായിരുന്നു വെള്ളമുണ്ട. മൂവാറ്റുപുഴയിൽ നിന്ന് വയനാട്ടിലെ വെള്ളമുണ്ടയിലെത്തുമ്പോൾ വർഗീസ് എന്ന ബാലന് 12 വയസ്സ് തികഞ്ഞിരുന്നില്ല. തുടർ പഠനത്തിനായി കൊച്ചു വർഗീസിന് മാനന്തവാടി എന്ന ഏതാണ്ട് 10 മൈൽ അകലെയുള്ള പ്രദേശത്തെ സ്കൂളിലേക്ക് പോകണമായിരുന്നു. അന്ന് മാനന്തവാടിയിൽ വർഗീസിന്റെ അമ്മാവൻ ജോസഫ് വൈദ്യന് സ്വന്തമായി വീടും ഒരു വൈദ്യശാലയും ഉണ്ടായിരുന്നു. അവിടെ തങ്ങിയാണ് വർഗീസ് തന്റെ തുടർ വിദ്യാഭ്യാസം നടത്തിയത്. അക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു ജോസഫ് വൈദ്യൻ. കമ്മ്യൂണിസ്റ്റായ ജോസഫ് വൈദ്യന്റെ വൈദ്യശാല ഒരർത്ഥത്തിൽ ഒരു പാർട്ടി ഓഫീസിന് തുല്യമായിരുന്നു. അക്കാലത്തെ പാർട്ടിയിലെ പല പ്രമുഖരും രാവേറെ വൈകുന്നതുവരെ അവിടെ തമ്പടിച്ച് രാഷ്ട്രീയം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. വർഗീസ് എന്ന കൗമാരക്കാരനിൽ രാഷ്ട്രീയത്തിന്റെ ആദ്യ നാമ്പുകൾ മുളപൊട്ടിയതും കമ്മ്യൂണിസവും പിന്നെ വിപ്ലവത്തിന്റെ കനലിരിഞ്ഞു തുടങ്ങിയതുമൊക്കെ ഏതാണ്ട് ഇതേ കാലയളവിൽ തന്നെയായിരുന്നു. മാനന്തവാടിയിൽ നിന്ന് 10-ാം തരം പാസ്സായ വർഗീസ് ജോസഫ് വൈദ്യന്റെ നിർദ്ദേശപ്രകാരം അന്ന് ജോലി ലഭിക്കാൻ ഏറ്റവും എളുപ്പമാർഗമായിരുന്ന ടൈപ്പും ഷോർട്ട് ഹാൻഡും പഠിക്കാൻ കണ്ണൂരിലേക്ക് പറിച്ചു നടപ്പെടുന്നു. കണ്ണൂർ പ്രദേശം അന്ന് വിപ്ലവത്തിന് ഒരുങ്ങി നിൽക്കുന്ന മണ്ണാണ്. തൊഴിലാളികളും തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്കും വേരോട്ടമുള്ള വിപ്ലവ വളക്കൂറുള്ള മണ്ണ്. സത്യത്തിൽ കണ്ണൂരിലെത്തിയ വർഗീസ് ശരിക്കും ഒരു വിപ്ലവ തീച്ചൂളയിലേക്ക് എടുത്തെറിയപ്പെടുകയായിരുന്നു എന്ന് വേണം പറയാൻ. കണ്ണൂരിലെത്തിയ വർഗീസിന് അവിടെയും ഇടം നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസായിരുന്നു. മാനന്തവാടിയിലെ ചെറിയ പാർട്ടി ഓഫീസ് പോലെ ആയിരുന്നില്ല കണ്ണൂരിലേത്. പ്രസ്ഥാനത്തിലെ തലമുതിർന്ന നേതാക്കളുടെ താവളമായിരുന്നു അത്. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ പലർക്കും വിദ്യാഭ്യാസം കുറവായിരുന്നല്ലോ. നന്നേ ചെറുപ്പത്തിൽ അധ്വാനം ശീലമാക്കിയവർക്ക് പഠിപ്പ് അന്ന് അത്ര പ്രാപ്യവുമായിരുന്നില്ല. എന്നാൽ അവർക്കിടയിൽ 10-ാം തരം പാസ്സായ ഒരു ഊർജ്ജസ്വലനായ യുവാവ് വർഗീസിന് വലിയ സ്വീകാര്യത ലഭിച്ചു. AKGയെ പോലുള്ള തലയെടുപ്പുള്ള നേതാക്കൾ കണ്ണൂരിലെ പാർട്ടി ഓഫീസിലെത്തുമ്പോഴൊക്കെ വർഗീസിന് പിടിപ്പത് പണിയുണ്ടായിരുന്നു. അഴീക്കോടനും EMSുമൊക്കെ നിരന്തരം കണ്ണൂരിലെത്തുമായിരുന്നു അക്കാലത്ത്. ഓഫീസിന്റെ പൂർണ്ണമായ ചുമതല അന്ന് വർഗീസിന്റെ കൈകളിലായിരുന്നു. അങ്ങനെ 18-ാം വയസ്സിൽ പാർട്ടി അംഗമാകുന്നതോടെ അരീക്കാട് വർഗീസ് സഖാവ് വർഗീസായി തീരുകയാണ്. ഇക്കാലയളവിലാണ് സഖാവ് MV രാഘവൻ പാർട്ടിയിൽ ഉയർന്നു വരുന്ന നേതാവാകുന്നത്. വർഗീസും MV രാഘവനും അടുത്ത സുഹൃത്തുക്കളാകുകയും ചെയ്യും. ഇക്കാലത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും വർഗീസ് വയനാട്ടിലെ ആദിവാസികൾക്കിടയിൽ സജീവ പ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നു. അക്ഷരാഭ്യാസമില്ലാത്ത ആദിവാസി സമൂഹത്തിന് പലവിധ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാൻ സഖാവ് ബദ്ധശ്രദ്ധനായിരുന്നു. ആദിവാസി ഊരുകളിൽ അവർക്കൊപ്പം ഏറെ സമയം ചെലവിട്ടിരുന്നതിനാൽ തന്നെ പല സാഹചര്യങ്ങളിലും നിസ്സഹായരായ ആദിവാസികൾക്ക് വർഗീസ് കൺകണ്ട ദൈവം കൂടിയായിരുന്നു. വർഗീസിലെ അന്തർലീനമായി കിടന്ന മനുഷ്യസ്നേഹിയായ വിപ്ലവകാരിയെ അവർ നെഞ്ചേറ്റിയിരുന്നു. അടിയാളരുടെ പെരുമൻ എന്ന വിളിപ്പേര് പോലും അവർക്കിടയിൽ സഖാവ് വർഗീസിനുണ്ടായിരുന്നു. ഊണിലും ഉറക്കത്തിലും അവരുടെ ഉന്നമനത്തിനായി വർഗീസ് സദാ ജാഗരൂകനായി പ്രവർത്തിച്ചു വന്നിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സമയമാണ്. സാധാരണക്കാരന്റെ പാർട്ടിയായി പടിപടിയായി വളർച്ച പ്രാപിച്ച്
ചരിത്രമെഴുതി അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്തും പക്ഷേ ആദിവാസി സമൂഹത്തിന് പറയത്തക്ക ഉന്നമനമൊന്നും ഉണ്ടാകുന്നില്ല എന്നത് സഖാവ് വർഗീസിനെ അക്കാലത്ത് വല്ലാതെ വിഷമിപ്പിച്ച ഒരു വസ്തുതയായിരുന്നു. ആ കാരണത്തിൽ തന്നെ പാർട്ടിയോട് വർഗീസിന് അനൽപമായ നീരസമുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അടിമ വ്യാപാരവും ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ കൂലി ലഭിക്കാത്ത സാഹചര്യവും ജന്മിമാരുടെ ക്രൂരതകളും സ്ത്രീകളോടുള്ള സവർണന്റെ അതിക്രമങ്ങളുമൊക്കെയായി വയനാട്ടിലെ ആദിവാസികളും കർഷകരും പലവിധ ചൂഷണങ്ങൾക്ക് ഇരയാകുമ്പോൾ സഖാവ് വർഗീസിലെ കമ്മ്യൂണിസ്റ്റ് ചിന്തകൾ മറ്റൊരു ചിന്താധാരയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുക കൂടിയായിരുന്നു. തൃശ്ശിലേരി എന്ന പ്രദേശത്ത് അന്ന് ഉയർന്നു വന്ന തൊഴിലാളി പ്രക്ഷോഭത്തിന് ഒരു സായുധ വിപ്ലവത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു. അത്തരമൊരു വിപ്ലവ ശൈലിയുടെ പ്രസക്തിയെക്കുറിച്ച് സഖാവ് വർഗീസും സമാന ചിന്താഗതിയുള്ള മറ്റു ചില സഖാക്കളും ചിന്തിച്ചു തുടങ്ങിയ സമയം കൂടിയായിരുന്നു അത്. ആദിവാസി സമൂഹത്തിന്റെ അടിയാളരുടെ ഉയർച്ചയ്ക്ക് നിലവിലെ അധികാര സമ്പ്രദായം ഉതകുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞ സഖാവ് വർഗീസും ഒപ്പമുള്ളവരും 1968 ഓഗസ്റ്റ് മാസം 4-ാം തീയതി CPM എന്ന രാഷ്ട്രീയ സംഘടന വിട്ട് പുറത്തു വന്നു. ഇതേ കാലത്ത് ഇന്ത്യയുടെ കിഴക്ക് പ്രവിശ്യകളിലും സമാനമായ ആദിവാസി ഉയർത്തെഴുന്നേൽപ്പുകൾക്ക് തുടക്കമായി കഴിഞ്ഞിരുന്നു. പശ്ചിമ ബംഗാളിലെ നക്സൽബാരി ഗ്രാമത്തിൽ മറ്റൊരു സായുധ കർഷക കലാപം കൂടി ഉദയം ചെയ്തു. പ്രധാനമായും ബംഗാളിലെ ഗോത്രവർഗക്കാരും തീവ്ര കമ്മ്യൂണിസ്റ്റ് നേതാക്കളും നയിച്ച ഈ സായുധ വിപ്ലവം കാട്ടുതീ പോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആളിപ്പടർന്നു. എന്തിനേറെ ഇങ്ങു ദൂരെ കൊച്ചു കേരളത്തിലെ വയനാട്ടിൽ പോലും ആ വിപ്ലവത്തിന്റെ കഥകളെത്തുകയും വിപ്ലവ സഖാക്കളെ അവ ആളിക്കത്തിക്കുകയും ചെയ്തു. നക്സലിസം പൊതുവായി ചൈനീസ് മാവോയിസമാണ് പ്രത്യയശാസ്ത്രപരമായി പിന്തുടരുന്നത്. അതൊരു സായുധ ലൈനാണ്. CPM വിട്ട വർഗീസ് ആദ്യം കണ്ടുമുട്ടിയത് കുന്നിക്കൽ നാരായണൻ എന്നൊരാളെയായിരുന്നു. കുന്നിക്കൽ നാരായണൻ ബോംബെയിൽ തൊഴിലാളി യൂണിയൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കമ്മ്യൂണിസ്റ്റായ വ്യക്തിയായിരുന്നു. തീവ്ര ഇടതു ചിന്താഗതിക്കാരനായിരുന്നതിനാൽ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ബോംബെയിൽ നിന്ന് ഭാര്യ മന്ദാകിനിയുമൊത്ത് കോഴിക്കോട്ടെത്തിയ സമയത്താണ് വർഗീസ് കുന്നിക്കൽ നാരായണനെ ബന്ധപ്പെടുന്നത്. അന്ന് കോഴിക്കോട് മാവോയിസ്റ്റ് പ്രവർത്തനം രൂപമെടുക്കുന്ന സമയമാണ്. കുന്നിക്കൽ നാരായണന്റെ തീവ്രമായ വിപ്ലവ ലൈൻ അക്കാലത്തെ ചോരത്തിളപ്പുള്ള യുവത്വങ്ങളെ വല്ലാതെ ആകർഷിക്കുന്ന സമയം. വർഗീസും കുന്നിക്കൽ നാരായണനും ഒപ്പം മറ്റുള്ളവരും കോഴിക്കോട് പല സ്ഥലങ്ങളിലായി പലവട്ടം സംഘം ചേർന്നു. അതിനെ തുടർന്ന് ഭാവി പരിപാടികൾ അവർ ആസൂത്രണം ചെയ്തു. തെക്കേ വയനാട്ടിലെ പുൽപ്പള്ളിയിൽ പ്രശ്നങ്ങൾ പലതും രൂക്ഷമാകുന്ന സമയം കൂടിയായിരുന്നു അത്. ഒരണ സമരവും വ്യാപകമായ കുടിയിറക്കൽ ഭീഷണിയും നിലനിൽക്കുന്ന സമയം. 30,000-ലേറെ വരുന്ന ഭൂമി സ്വയപ്രയത്നത്തിലൂടെ കൃഷിഭൂമിയാക്കിയ കുടിയേറ്റ കർഷകരെ സ്വന്തം ഭൂമിയിൽ നിന്ന് കുടിയിറക്കാൻ പോലീസിനെയും ഗുണ്ടകളെയും കൂട്ടുപിടിച്ച് ജന്മി മുതലാളിമാർ കളമൊരുക്കുന്നത് വർഗീസ് കുന്നിക്കൽ നാരായണൻ സമാഗമങ്ങളിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ച് MSP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മലബാർ സ്പെഷ്യൽ പോലീസ് സേനയിലെ സബ് ഇൻസ്പെക്ടർ അല്ലപ്പൻ എന്ന ഉദ്യോഗസ്ഥന്റെ വിഷയം. പുൽപ്പള്ളി ക്ഷേത്രം വക ഊട്ടുപുര കേന്ദ്രമാക്കി മലബാർ സ്പെഷ്യൽ പോലീസ് കാട്ടിക്കൂട്ടുന്ന കൊടും ക്രൂരതകൾ, സ്ത്രീ പീഡനങ്ങൾ, കൊള്ളകൾ ഒക്കെ പലരും വഴി വർഗീസും സംഘവും ഇതിനോടകം അറിഞ്ഞു കഴിഞ്ഞിരുന്നു. വിഷയം പഠിക്കാനും സത്യാവസ്ഥ അറിയാനും വർഗീസിനെ കുന്നിക്കൽ നാരായണൻ പുൽപ്പള്ളിയിലേക്ക് നിയോഗിച്ചു. ഒപ്പം തോറ്റമല കൃഷ്ണൻകുട്ടി എന്നൊരാൾ കൂടി ഉണ്ടായിരുന്നു. പുൽപ്പള്ളിയിലെ പല പ്രദേശങ്ങളിലും വർഗീസ് ചെറിയ സംഘങ്ങളെ സംഘടിപ്പിച്ചു. വരാൻ പോകുന്ന വലിയ വിപ്ലവത്തിന്റെ വിശദമായ വിവരങ്ങൾ അവരെ ധരിപ്പിക്കുകയും ചെയ്തു. ഇരുളിന്റെ മറവിൽ സംഘങ്ങൾ ചുവന്ന നിറത്തിൽ എഴുതിയ പോസ്റ്ററുകൾ പതിച്ചു. കർഷകരുടെ മോചനത്തിനും സായുധ സമരത്തിനും ഏതു നിമിഷവും തയ്യാറായിരിക്കുക എന്നതായിരുന്നു പോസ്റ്ററുകളിൽ എഴുതിയിരുന്നത്. ശേഷം താൻ രൂപീകരിച്ച സംഘങ്ങളെ തുടർ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഏർപ്പാടാക്കിയ ശേഷം വർഗീസ് ഉടൻ തന്നെ കോഴിക്കോട്ടേക്ക് തിരികെ പോയി. അവിടെ കുന്നിക്കൽ നാരായണനെയും മറ്റുള്ളവരെയും കണ്ട് പുൽപ്പള്ളി ഇതിനകം നക്സൽബാരിക്ക് സമാനമായ കർഷക സായുധ വിപ്ലവത്തിന് സജ്ജമായി കഴിഞ്ഞുവെന്നും എത്രയും വേഗം സമരത്തിനുള്ള ഏർപ്പാടുകളിൽ എത്തണമെന്നും അറിയിച്ചു. അതോടെ സംഘം ഏറെ ആവേശത്തിലായി. അവിടെ വെച്ചാണ് കുന്നിക്കൽ നാരായണന്റെ മകൾ അജിതയെ വർഗീസ് ആദ്യമായി കാണുന്നത്. തുടർന്നുള്ള ചൂടൻ ചർച്ചകളിലൂടെ എപ്രകാരമാണ് പുൽപ്പള്ളി ആക്ഷൻ നടപ്പാക്കേണ്ടതെന്ന ചിന്തകൾ യോഗങ്ങളിൽ ഉരുത്തിരിയാൻ തുടങ്ങി. ഒടുവിൽ കുന്നിക്കൽ നാരായണൻ തന്നെ തയ്യാറാക്കിയ രൂപരേഖ ഇപ്രകാരമായിരുന്നു: പുൽപ്പള്ളി സായുധ വിപ്ലവത്തിന് നാം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി അതിനുള്ള ആയുധങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിനായി തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തോക്കുകൾ കൈവശപ്പെടുത്തണം. ലഭിക്കുന്ന ആയുധങ്ങളുമായി നാം പുൽപ്പള്ളിയിലെത്തുക.
കോഴിക്കോടും പുൽപ്പള്ളിയിലും ഒളിക്യാമ്പുകളിൽ വിപ്ലവാസൂത്രണം യഥാസമയം നടന്നുകൊണ്ടിരുന്നു. 1968 നവംബർ 23 വെളുപ്പിന് 4 മണിയോടെ ഏതാണ്ട് 400 പേരടങ്ങുന്ന സംഘം തലശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപമെത്തി. സംഘത്തിലെ ബോംബ് കൈകാര്യം ചെയ്യാനുള്ള മികവ് വെള്ളത്തൂവൽ സ്റ്റീഫൻ എന്ന ആൾക്കായിരുന്നു. സ്റ്റീഫൻ ബോംബുമായി സ്റ്റേഷന്റെ പൂട്ടിക്കിടന്ന ഗേറ്റിന് മുന്നിലെത്തി. പക്ഷേ ചങ്ങലയിട്ട് പൂട്ടിയ ഗേറ്റ് തുറക്കാൻ സ്റ്റീഫന് കഴിഞ്ഞില്ല. സമയം നഷ്ടപ്പെടുമെന്ന് കണ്ട കുന്നിക്കൽ നാരായണൻ സ്റ്റീഫനോട് ഗേറ്റിന് നേരെ ബോംബ് എറിയാൻ നിർദ്ദേശിച്ചു. വെള്ളത്തുവൽ സ്റ്റീഫൻ ബോംബ് ഗേറ്റിനെ ലക്ഷ്യമാക്കി എറിഞ്ഞെങ്കിലും ബോംബ് ചെന്ന് വീണത് സ്റ്റേഷന്റെ വരാന്തയിലായിരുന്നു. പാറാവ് നിന്ന പോലീസുകാരൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടുകൂടി. പെട്ടെന്നുണ്ടായ സ്ഫോടനത്തിൽ സായുധ വിപ്ലവകാരികളും പകച്ചുപോയിരുന്നു. പോലീസ് തിരിച്ചടിക്കുമെന്ന് ഭയന്ന് ഭൂരിഭാഗം സമരക്കാരും പിന്തിരിഞ്ഞോടി ഇരുളിൽ മറഞ്ഞു. വെറും 6 പേർ മാത്രമാണ് കുന്നിക്കൽ നാരായണൻ അടക്കം അവശേഷിച്ചത്. അതോടെ തലശ്ശേരി സ്റ്റേഷൻ ആക്രമിക്കുക, ആയുധം കൈവശപ്പെടുത്തുക എന്ന ആദ്യ ശ്രമം തന്നെ പാളിപ്പോയി. പാളിപ്പോയ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ നാൾവഴികൾ ഇപ്രകാരമായിരുന്നു. 1000-ലധികം സമരക്കാരാണ് സ്റ്റേഷൻ ആക്രമണത്തിനായി ആദ്യം എത്തേണ്ടിയിരുന്നത്. എന്നാൽ സമയമായപ്പോഴേക്കും അത് വെറും 400 ചുരുങ്ങി. അതിൽ തന്നെ ഇത്തരം ഓപ്പറേഷനുകളിൽ മുൻപരിചയമോ ആയുധം ഉപയോഗിച്ച് ശീലമോ ഉള്ള ആൾക്കാർ വളരെ കുറവായിരുന്നു. ഒരുപക്ഷെ ബോംബെറിഞ്ഞ് ഗേറ്റ് തുറക്കുന്നതിന് പകരം മതിൽ ചാടിക്കടന്ന് അകത്ത് കയറിയിരുന്നെങ്കിൽ പദ്ധതി വിജയിക്കുമായിരുന്നു എന്ന് ചിന്തിച്ചവരും അക്കൂട്ടത്തിൽ ഏറെയുണ്ടായിരുന്നു. ഏതായാലും ഭയചകിതരായി തിരിഞ്ഞോടുകയും ആക്രമണം പാഴായി പോകുകയും ചെയ്തത് വരാനിരിക്കുന്ന വലിയ അപകടങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു. ഇതേ സമയം സഖാവ് വർഗീസിന്റെ നേതൃത്വത്തിൽ പുൽപ്പള്ളി കാടുകളിൽ മറ്റൊരു സായുധ സമരത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയായിരുന്നു. സമയം ഒട്ടും തന്നെ പാഴാക്കാനില്ലെന്ന് വർഗീസിന് അറിയാമായിരുന്നു. തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് കൈക്കലാക്കുന്ന തോക്കുകളും ആയുധങ്ങളുമായി വലിയൊരു സംഘം സായുധ സമരക്കാർ ഏതു സമയവും പുൽപ്പള്ളിയിൽ എത്തിച്ചേരും. അതോടെ തന്റെ നേതൃത്വത്തിലുള്ള സംഘം അവരോടൊപ്പം ചേർന്ന് പുൽപ്പള്ളി MSP ക്യാമ്പ് ആക്രമിക്കും. 400ഓളം വരുന്ന കർഷകരെയാണ് വർഗീസ് പുൽപ്പള്ളി ആക്ഷന് വേണ്ടി തയ്യാറാക്കി നിർത്തിയിരുന്നത്. പകുതിയോളം സമരക്കാരെ പുൽപ്പള്ളി കാട്ടിനുള്ളിലും ശേഷിച്ചവരെ സമീപത്തെ വീടുകളിലുമായി വർഗീസ് ഒരുക്കി നിർത്തി. സഖാവ് വർഗീസിൽ എന്തെന്നില്ലാത്ത സമ്മർദ്ദം ഈ സമയം മുഴുവനും ഉണ്ടായിരുന്നു. പലയിടങ്ങളിൽ നിന്നും ആക്ഷനിൽ പങ്കെടുക്കേണ്ടവർ എത്തിക്കഴിഞ്ഞു. CN ശ്രീകണ്ഠൻ നായർ, ശശിമല രാമൻ നായർ, കാളൻ, അള്ളുങ്കൽ ശ്രീധരൻ, CS ചെല്ലപ്പൻ, മാരൻ, ഫിലിപ്പം പ്രസാദ്, പിന്നെ അജിതയുമൊക്കെ നേരത്തെ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സംഘം പുൽപ്പള്ളിയിലേക്ക് പുറപ്പെടും. പുൽപ്പള്ളി പോലീസ് ക്യാമ്പും ആക്രമിച്ച് വിജയിച്ച ശേഷം വർദ്ധിത വീര്യത്തോടെ സമരക്കാർ തിരുനെല്ലി ലക്ഷ്യമാക്കി മാർച്ച് ചെയ്യും. പോകുന്ന വഴി തങ്ങളുടെ നോട്ടപ്പുള്ളികളായ ഏതാനും ജന്മിമാരെ കൊലപ്പെടുത്താനും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുവാനുമുള്ള മറ്റൊരു പദ്ധതിയും വർഗീസിനും സംഘത്തിനും മുന്നിലുണ്ടായിരുന്നു. തിരുനെല്ലിയിൽ എത്തുന്ന സംഘത്തെ സ്വീകരിക്കാൻ അവിടെ വനമേഖലയിൽ മറ്റൊരു സംഘം കൂടി കാത്തുനിൽപ്പുണ്ടാവും. അതോടെ വലിയ രീതിയിലുള്ള ജനപ്രക്ഷോഭമായി തങ്ങളുടെ സമരം മാറുമെന്നും വിപ്ലവം ജയിക്കുമെന്നും വർഗീസ് കണക്കുകൂട്ടി. മലബാർ സ്പെഷ്യൽ പോലീസ് ക്യാമ്പ് ആക്രമിക്കുകയും സബ് ഇൻസ്പെക്ടർ അല്ലപ്പനെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്ന അജണ്ടയ്ക്ക് പുറമെ പുൽപ്പള്ളി രജിസ്ട്രാർ ഓഫീസ് ആക്രമിക്കണം, ഓഫീസ് പൂർണ്ണമായും കത്തിച്ചു കളയണം, ഒന്നും അവശേഷിക്കരുത്. അതിനും കാരണമുണ്ടായിരുന്നു. അന്യായമായി കർഷകർക്കെതിരെ കള്ളപ്രമാണങ്ങൾ സൂക്ഷിച്ചിരുന്നത് അവിടെയായിരുന്നു. എല്ലാ രേഖകളും കത്തിച്ച് ചാമ്പലാക്കിയാൽ ജന്മിമാർക്ക് കർഷകരെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമെന്ന ചിന്തയായിരുന്നു അതിന് പിന്നിൽ. ഇതിനിടെ നിർണായകമായ മറ്റൊരു സംഭവം കൂടി നടന്നു. കാട്ടിൽ ക്യാമ്പ് ചെയ്തിരുന്ന സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്ന റേഡിയോയിലൂടെ തലശ്ശേരി സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടുവെന്ന വാർത്ത പുറത്തുവന്നു. അതോടെ ക്യാമ്പ് പൂർവാധികം ആഹ്ലാദത്തിലുമായി. ആകാശവാണി പ്രക്ഷേപണം ചെയ്ത വാർത്ത കേട്ട് വർഗീസ് അടക്കമുള്ള പോരാളികൾ അഭിമാന പുളകിതരായി. തങ്ങളുടെ ആദ്യ ലക്ഷ്യം വിജയകരമായി നേടിയിരിക്കുന്നു. ഇന്ന് രാത്രി പുൽപ്പള്ളിയിലും നാം തുടർ വിജയം ആവർത്തിക്കും. സത്യത്തിൽ തലശ്ശേരിയിൽ യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങൾ ആകാശവാണിയുടെ വാർത്തയിൽ ഉണ്ടായിരുന്നില്ല എന്നത് സമരക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അപകടമായി മാറുകയായിരുന്നു. തലശ്ശേരി സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടു എന്ന് മാത്രമേ വാർത്തയിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതൊന്നും അറിയാതെ ഉച്ചയോടെ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പുൽപ്പള്ളിയിലേക്ക് പുറപ്പെട്ടു. രാത്രിയോടെ പുൽപ്പള്ളിയിലെത്തിയ സംഘത്തിൽ പ്രതീക്ഷിച്ചതിലും ആൾക്കൂട്ടം കുറവായിരുന്നു. വെറും 60-ൽ താഴെ മാത്രമേ സമരക്കാർ പുൽപ്പള്ളിയിലെത്തിയുള്ളൂ. അതൊരു വലിയ കുറവായിരുന്നുവെങ്കിലും വർഗീസിന്റെ ആത്മവിശ്വാസത്തെ അതൊന്നും തളർത്തിയതേയില്ല. വർഗീസ് 2-3 പേരുടെ മടങ്ങിവരവിനായി കാടിനുള്ളിൽ അക്ഷമനായി കാത്തിരിക്കുകയായിരുന്നു. MSP ക്യാമ്പും സബ് രജിസ്ട്രാർ ഓഫീസും ഇരുളിന്റെ മറവിൽ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ വർഗീസ് 3-4 പേരെ ചുമതലപ്പെടുത്തിയിരുന്നു. അവർ തിരിച്ചു വന്ന് വിവരങ്ങൾ കൈമാറണം. അതിനനുസൃതമായി വേണം തുടർന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇരുളിന് കട്ടി കൂടി വന്നു.
കാത്തിരിപ്പിന്റെ മടുപ്പ് വർഗീസിലുമുണ്ട്. നേരം കടന്നു പോകവേ ധൃതിയിൽ ചിലർ അങ്ങോട്ട് കടന്നു വന്നു. എന്നാൽ വന്നവർ കൈമാറിയ രഹസ്യ വിവരങ്ങൾ വിപ്ലവ സംഘത്തെ നിരാശയിലാഴ്ത്തുന്നതായിരുന്നു. സീതാദേവി ക്ഷേത്രത്തിന്റെ ഊട്ടുപുര ക്യാമ്പാക്കിയ MSP ഓഫീസിലെ സബ് ഇൻസ്പെക്ടറും തങ്ങളുടെ പ്രഥമ ശത്രുവുമായ അല്ലപ്പൻ സ്ഥലത്തില്ല എത്ര. കൂടാതെ 10ഓളം പോലീസുകാർ ബത്തേരി ഭാഗത്തേക്ക് പോയിരിക്കുന്നു. അതോടെ അല്ലപ്പൻ മാത്രമല്ല, തോക്കുകളും ലഭിക്കാനിടയില്ലെന്ന് വന്നു. ഇത് സംഘത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. പിന്നെ എന്താണ് ഈ ആക്ഷന്റെ പ്രസക്തി എന്ന് പലരും ചിന്തിച്ചു തുടങ്ങി. ആയുധങ്ങളും ലഭിക്കില്ല, വർഗശത്രുവിനെ വധിക്കാനും കഴിയില്ലാത്ത അവസ്ഥയിൽ ആക്രമണം നടത്തേണ്ടതുണ്ടോ എന്നുവരെ ചർച്ചകൾ വന്നു. പക്ഷേ സഖാവ് വർഗീസ് പിന്തിരിയാൻ തയ്യാറായിരുന്നില്ല. വിജയം കണ്ട തലശ്ശേരി ആക്രമണത്തിന് സമാനമായി പുൽപ്പള്ളിയിലും വിപ്ലവം ജയിക്കേണ്ടതുണ്ട്. ഇതിവിടെ അവസാനിച്ചുകൂടാ. അധികാരികൾക്കും ജന്മിമാർക്കും ഇതൊരു പാഠമായിരിക്കാൻ ഈ ആക്ഷൻ നടന്നേ മതിയാവൂ എന്ന് വർഗീസ് വിശ്വസിച്ചു. സഖാവ് കർമ്മനിരതനായി. പോലീസ് ക്യാമ്പ് ആക്രമിക്കുക, സർവ്വതും നശിപ്പിക്കുക, തുടർന്ന് സബ് രജിസ്ട്രാർ ഓഫീസ് ആക്രമിച്ച് കത്തിക്കുക, അതിൽ ഒരു മാറ്റവുമില്ല. വർഗീസ് തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു. സംഘാംഗങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി അർദ്ധരാത്രിയോടെ സംഘം പതിയെ MSP ക്യാമ്പ് ലക്ഷ്യമാക്കി നീങ്ങിത്തുടങ്ങി. ഏതാണ്ട് 2 ഫർലോങ്ങോളം ദൂരമുണ്ട് ലക്ഷ്യസ്ഥാനത്തെത്താൻ. തലശ്ശേരിയിൽ നിന്നുമുള്ള വിജയിച്ച സായുധ സംഘത്തെ MSP ക്യാമ്പിലേക്ക് നയിക്കാൻ ഏതാനും പേരെ വർഗീസ് വനത്തിനരികിൽ തയ്യാറാക്കി നിർത്തിയ ശേഷമാണ് സംഘം പുറപ്പെട്ടത്. പാഴാക്കിക്കളയാൻ സമയമില്ലെന്ന് വർഗീസിന് അറിയാമായിരുന്നു. നേരം വെളുക്കും മുമ്പേ എല്ലാം ഭംഗിയായി നടന്നിരിക്കണം. നാളെ പുറം ലോകം അറിയേണ്ടത് സായുധ സമരത്തിന്റെ 2ാം വിജയഗാഥയായിരിക്കണമെന്ന് വർഗീസിന് നിർബന്ധമുണ്ടായിരുന്നു. പരാജയപ്പെടുക എന്നത് വർഗീസിന് ചിന്തിക്കാൻ പോലും ആവുമായിരുന്നില്ല. തന്നെ വിശ്വസിച്ച് കൂടെ വന്നവരെയും തന്നെ വിശ്വസിച്ച് കാത്തിരിക്കുന്ന വലിയൊരു ജനവിഭാഗത്തെയും നിരാശരാക്കാൻ സഖാവ് വർഗീസിന് ഒരിക്കലും കഴിയുമായിരുന്നില്ല എന്നതായിരുന്നു സത്യം. ക്ഷേത്രത്തിന് മുകളിൽ സുരക്ഷിത സ്ഥാനത്ത് വർഗീസ് അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ തമ്പടിച്ചു. ബാക്കിയുള്ളവരെ അല്പമകലെ സുരക്ഷിത സ്ഥാനത്ത് ഒരുക്കി നിർത്തിയിട്ട് അവർ MSP ക്യാമ്പ് സ്ഥിതി ചെയ്യുന്ന ഊട്ടുപുര സസൂക്ഷ്മം നിരീക്ഷിച്ചു. മുൻപ് നിരീക്ഷണത്തിനായി പോയവർ നൽകിയ വിവരങ്ങൾ വർഗീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിരുന്നില്ല. ഒരുപക്ഷെ അവർക്ക് തെറ്റുപറ്റിയതാണെങ്കിലോ? രാത്രിയുടെ മറവിൽ കുറഞ്ഞ സമയം കൊണ്ട് ശേഖരിച്ച വിവരങ്ങൾ പാടെ ശരിയാവണമെന്നുമില്ല. മുൻവിധിയോടെ ആക്രമണത്തെ സമീപിക്കാൻ വർഗീസിലെ മിടുക്കനായ വിപ്ലവകാരി തയ്യാറായിരുന്നില്ല. ഒരുപക്ഷെ തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ക്യാമ്പ് ആക്രമണം വിപരീത ഫലമുണ്ടാക്കുമെന്ന് വർഗീസ് കരുതി. കൊലപ്പെടുത്താൻ വന്നവർ കുരുതി കഴിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകരുത്. പോലീസിനെ വിശ്വസിക്കാൻ കഴിയില്ല. പ്രത്യാക്രമണത്തിന് അവർക്ക് എളുപ്പം കഴിയും. അവർക്ക് ആവശ്യത്തിന് ആയുധങ്ങളുണ്ട്. വാർത്താവിനിമയത്തിന് വയർലെസ് സെറ്റുകളുണ്ട്. തന്റെ നിർദ്ദേശങ്ങൾക്കായി മുകളിൽ കാത്തുനിൽക്കാൻ മറ്റുള്ളവർക്ക് നിർദ്ദേശം നൽകിയ ശേഷം വർഗീസ് ഒറ്റയ്ക്ക് ക്ഷേത്രത്തിന് മുകളിലെ മൺതിട്ടയിലൂടെ ഊർന്നിറങ്ങി ഊട്ടുപുരയുടെ സമീപമെത്തി. എങ്ങും ആളനക്കമുള്ളതായി വർഗീസിന് തോന്നിയില്ല. അല്പം കൂടി കാത്തിരിക്കാൻ സഖാവ് തീരുമാനിച്ചു. ഇതിനിടയിൽ തോറ്റമല കൃഷ്ണൻകുട്ടി വർഗീസിന് സമീപം ഇഴഞ്ഞു നീങ്ങിയെത്തിയിരുന്നു. ഇല്ല, ഒരനക്കവും കേൾക്കാനില്ല. അതുറപ്പാക്കാൻ എന്ന വണ്ണം കൃഷ്ണൻകുട്ടി ഒന്ന് ചുമച്ചു. അതിനും പ്രത്യേകിച്ച് പ്രതികരണമൊന്നും ഉണ്ടായില്ല എന്നത് സംഘത്തെ തൃപ്തരാക്കി. പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വാഹനം തൊട്ടുമുകളിലെ റോഡിലൂടെ കടന്നു വന്നു. ഹെഡ്ലൈറ്റിന്റെ കനത്ത വെളിച്ചം ഇരുൾ തുളച്ച് വന്നുകൊണ്ടിരുന്നു. ഇത് ഒരു നിമിഷം സംഘത്തെ ഞെട്ടിച്ചു കളഞ്ഞു. അപ്രതീക്ഷിതമായി വരുന്ന ആ വണ്ടി പോലീസ് സേനയാണെന്ന് കരുതിയ സംഘാംഗങ്ങൾ നിമിഷാർദ്ധത്തിൽ ചിതറിയോടി. അവർ പല വഴി കാട്ടിനുള്ളിലേക്ക് മറഞ്ഞു. വർഗീസിനും മറ്റുള്ളവർക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഏതാനും നിമിഷങ്ങൾ തന്നെ വേണ്ടി വന്നു. അപ്പോഴേക്കും വാഹനം ഇരുളിൽ മറയുകയും ചെയ്തിരുന്നു. മുകളിൽ നിന്ന് ആരോ അത് മരച്ചീനി കയറ്റിപ്പോയ ഒരു വണ്ടിയായിരുന്നുവെന്ന വിവരം പങ്കുവച്ചു. എന്നാൽ അതോടെ വിരലിൽ എണ്ണാവുന്ന വിധം സംഘം ആളെണ്ണത്തിൽ കുറവായി കഴിഞ്ഞിരുന്നു. ഒടുവിൽ വർഗീസിന്റെ സിഗ്നൽ ലഭിച്ചതോടെ സംഘത്തിലെ ശേഷിച്ച സമരക്കാർ MSP ക്യാമ്പ് സ്ഥിതി ചെയ്യുന്ന ഊട്ടുപുരയിലേക്ക് ഇരച്ചുകയറി. കയ്യിൽ കിട്ടിയതൊക്കെ നശിപ്പിച്ചു മുന്നേറിയ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം വയർലെസ് സെറ്റായിരുന്നു. ക്യാമ്പിലെ വയർലെസ് സെറ്റ് ഓപ്പറേറ്റർ കുഞ്ഞികൃഷ്ണൻ നായരെ വകവരുത്തുകയും വയർലെസ് സെറ്റ് പൂർണ്ണമായും സമരക്കാർ നശിപ്പിക്കുകയും ചെയ്തു. മറ്റൊരു പോലീസുകാരനായ ശങ്കുണ്ണി മേനോനെ മർദ്ദിച്ച് മൃതപ്രായനാക്കുകയും സബ് ഇൻസ്പെക്ടർ അല്ലപ്പനെ വധിക്കാൻ കഴിയാത്തതിലുള്ള വാശി തീർക്കാൻ SIയുടെ മുറി മുഴുവൻ പരതി സകല ഫയലുകളും നശിപ്പിച്ച് അഗ്നിക്കിരയാക്കി. ക്യാമ്പിന്റെ ഭിത്തിയിൽ ചുവന്ന നിറത്തിലെഴുതിയ പോസ്റ്റർ കൂടി പതിച്ചിട്ടാണ് സംഘാംഗങ്ങൾ ഊട്ടുപുര വിട്ടത്. നക്സൽ ബാരി സിന്ദാബാദ്, സായുധ കർഷക സമരം സിന്ദാബാദ്
എന്ന് രക്തവർണ്ണത്തിൽ എഴുതിയ പോസ്റ്റർ കൊണ്ട് വർഗീസ് ഉദ്ദേശിച്ചത് ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നക്സൽ പ്രസ്ഥാനത്തിന് തന്നെയാണെന്ന് നാളെ പുറം ലോകം അറിയണമെന്ന വ്യക്തമായ ഉദ്ദേശത്തോടെയായിരുന്നു. അതോടെ MSP ക്യാമ്പ് വിട്ട് മറ്റൊരു ലക്ഷ്യസ്ഥാനമായ പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ പുറപ്പെട്ട സംഘത്തിൽ അപ്പോൾ വർഗീസ് അടക്കം 30ഓളം പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. MSP ക്യാമ്പിൽ നിന്ന് ദൃഢനിശ്ചയത്തോടെ പുൽപ്പള്ളി സ്റ്റേഷൻ ആക്രമണത്തിനായി ഇരുളിന്റെ മറപറ്റി കാട്ടിലൂടെ നീങ്ങിയ 30 അംഗ സംഘത്തെ വഴിയിൽ കാത്തിരുന്നത് വലിയ 2 ദുരന്തങ്ങളായിരുന്നു. ഉരസിയാൽ എളുപ്പം പൊട്ടുന്ന തരം ബോംബുകളായിരുന്നു സംഘം കൈകാര്യം ചെയ്തിരുന്നത്. ആദ്യത്തെ വിപത്ത് പിടികൂടിയത് സംഘത്തിലെ ഗോപാലൻ എന്ന ആളെയായിരുന്നു. ഗോപാലന്റെ കൈപ്പത്തി അപ്പാടെ തകർന്നുപോയി. അയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ 3-4 പേരെ ചുമതലപ്പെടുത്തിയ ശേഷം സമയം ഒട്ടും നഷ്ടപ്പെടുത്താതെ സംഘം മുന്നോട്ട് കുതിക്കവെയാണ് നനച്ചിരിക്കാതെ രണ്ടാമത്തെ ദുരന്തം സംഘത്തെ വേട്ടയാടിയത്. ഇത്തവണ കിസാൻ തൊമ്മൻ എന്നറിയപ്പെടുന്ന സംഘത്തിലെ പ്രമുഖ വ്യക്തിയായിരുന്നു ബോംബ് സ്ഫോടനത്തിന്റെ ഇരയായത്. തൊമ്മൻ തൽക്ഷണം മരണപ്പെടുകയും ചെയ്തു. ഇത് വർഗീസിനെയും സംഘത്തെയും സംബന്ധിച്ച് താങ്ങാനാവാത്തതിലധികമായിരുന്നു. അതോടെ തുടർന്നു പ്ലാൻ ചെയ്ത സ്റ്റേഷൻ ആക്രമണം അടക്കമുള്ള പദ്ധതികളിൽ നിന്ന് സംഘത്തിന് പിന്മാറേണ്ടതായി വന്നു. അജിതയും ഫിലിപ്പം പ്രസാദും വർഗീസും അടങ്ങുന്ന ചെറു സംഘം അതോടെ നാട്ടിൽ നിന്നും ഉൾക്കാടുകളിലേക്ക് പിൻവലിഞ്ഞു. കാട്ടിനുള്ളിൽ തമ്പടിച്ച വർഗീസും സംഘവും സമരത്തിന്റെ തുടർ നടപടികൾ ചർച്ച ചെയ്തു തുടങ്ങി. ഇതിനിടെ പലരും സംഘം വിട്ട് തിരികെ പോകുന്ന അവസ്ഥയുമുണ്ടായി. വർഗീസ് ആരെയും നിർബന്ധിക്കാനും തയ്യാറായില്ല. വിപ്ലവം അങ്ങനെ നേടേണ്ട ഒന്നാണെന്ന് വർഗീസ് കരുതിയതുമില്ല. പോകുന്നവർ പോകട്ടെ എന്ന നിലപാടായിരുന്നു വർഗീസ് സ്വീകരിച്ചത്. ഉള്ളവർ മതി, 2 പേരേ ഉള്ളുവെങ്കിൽ അത് മതി. പൊരുതാൻ മനസ്സില്ലാത്തവർ കൂടെ ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ. അതായിരുന്നു വർഗീസിന്റെ ചിന്ത. 2-3 ദിവസം കൂടി കാട്ടിനുള്ളിൽ തള്ളി നീക്കിയ സംഘത്തിൽ നിന്ന് വീണ്ടും ചില കൊഴിഞ്ഞുപോകലുകൾ നടന്നു. അങ്ങനെ ശുഷ്കിച്ച സംഘത്തിന്റെ എണ്ണം അപ്പോഴേക്കും 10-ന് താഴെ എത്തിയിരുന്നു. അതോടെ നിവർത്തിയില്ലാതെ വർഗീസ് ആ തീരുമാനമെടുത്തു. താൽക്കാലികമായി സംഘം പിരിച്ചുവിടുക, കൂടുതൽ ശക്തി ആർജിച്ച് വരും നാളുകളിൽ വിപ്ലവ സമരങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക. ഭക്ഷണവും വിശ്രമവും ലഭിക്കാതെ ഇതിനോടകം ക്ഷീണിതരായ സഖാക്കളോട് പിരിയും മുമ്പ് വർഗീസ് ഇങ്ങനെ പറഞ്ഞു: സഖാക്കളെ, നമുക്ക് ചില പ്രതിസന്ധികളെ നനച്ചിരിക്കാതെ നേരിടേണ്ടി വന്നു. ബോംബ് സ്ഫോടനത്തിൽ ഗോപാലൻ സഖാവിന്റെ കൈപ്പത്തിയും കിസാൻ തൊമ്മൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഖാവിനെയും നമുക്ക് നഷ്ടപ്പെട്ടു. തലശ്ശേരിയിൽ വിജയിച്ചു വന്ന സംഘവുമായി ഒത്തുചേരുന്നതിൽ നമുക്ക് വീഴ്ച പറ്റി. നാം ഇപ്പോൾ എണ്ണത്തിലും വളരെ കുറവാണ്. നമുക്ക് മറ്റൊരു പദ്ധതി ഇടാനുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. അതിനാൽ നമുക്കൊന്നു ചെയ്യാം. തൽക്കാലം പിരിഞ്ഞു പോകാം, സുരക്ഷിതരാകാം, വർദ്ധിത ശക്തിയോടെ വീണ്ടും കൂടിച്ചേരാം. കാരണം വിപ്ലവം ഒരിക്കലും മരിക്കുന്നില്ല സഖാക്കളെ. വർഗീസ് പറഞ്ഞു നിർത്തിയത് അങ്ങേയറ്റം നിരാശയോടെ അജിതയും ഫിലിപ്പം പ്രസാദും ഒക്കെ അടങ്ങുന്ന ചെറുസംഘം കേട്ടിരുന്നു. വർഗീസ് ഒരു ബീഡി കത്തിച്ച് ചിന്തയിലാണ്. സംഘാംഗങ്ങൾ പരസ്പരം നോക്കി. ഒടുവിൽ 3 പേരുടെ ചെറു സംഘങ്ങളായി കാടിറങ്ങാൻ അവർ തീരുമാനിച്ചു. നിർഭാഗ്യം വർഗീസിന്റെയും സംഘത്തിന്റെയും ഒപ്പം സഞ്ചരിക്കുകയാണെന്ന സത്യം തുടർന്നുണ്ടായ സംഭവങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. കാടിറങ്ങിയ ചെറുസംഘങ്ങളിൽ അജിത അടക്കമുള്ളവർ പല സ്ഥലങ്ങളിൽ വെച്ച് പോലീസിന്റെ പിടിയിലായി. എന്നാൽ സഖാവ് വർഗീസിനെ കുറച്ച് ആദിവാസികൾ ചേർന്ന് സാഹസികമായി രക്ഷപ്പെടുത്തി തങ്ങളുടെ ഊരുകളിൽ ഒളിപ്പിക്കുകയായിരുന്നു. പിന്നീട് അവർ തന്നെ വർഗീസിനെ കാടിനുള്ളിലേക്ക് മാറ്റുകയും ചെയ്തു. താൽക്കാലികമായി കെട്ടടങ്ങിയ നക്സൽ വിപ്ലവം പക്ഷേ കനലെരിഞ്ഞു കിടക്കുകയായിരുന്നു. ചാരം മൂടിയ നിലയിൽ അണയാ കനലുകൾ പോലെ. ഒരു ചെറു കാറ്റിന് പോലും ആളിക്കത്തിക്കാവുന്ന നിലയിലായിരുന്നു അതെന്ന് പിന്നീടുള്ള നീക്കങ്ങൾ വ്യക്തമാക്കുന്നു. വർഗീസ് ഒഴികെ ബാക്കി ഏതാണ്ട് എല്ലാവരും തന്നെ പുൽപ്പള്ളി ക്യാമ്പ് ആക്രമണത്തിന്റെ പേരിൽ പോലീസ് പിടിയിലായിരുന്നു. എന്നാൽ വർഗീസിന് അടങ്ങിയിരിക്കാൻ കഴിയുമായിരുന്നില്ല. ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ വിപ്ലവാഗ്നിയിൽ ഉരുകി വർഗീസ് പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് തൃശ്ശൂരിലായിരുന്നു. ചാരു മജുംദാറിന്റെ സായുധ ലൈനിനെ പിൻപറ്റുന്ന ഒരു വിഭാഗം തൃശ്ശൂരിൽ സംഘം ചേർന്നു. വർഗീസും ആ സംഘത്തിൽ ഉൾപ്പെട്ടു. വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷം തിരുനെല്ലി, തൃശ്ശിലേരി ആക്രമണങ്ങൾക്കായി സംഘം രൂപരേഖ ആവിഷ്കരിച്ചു. വയനാട്ടിൽ വിപ്ലവം ജയിക്കണമെന്ന ഒടുങ്ങാത്ത വർഗീസിന്റെ ആഗ്രഹം കൂടിയായിരുന്നു അതിലടങ്ങിയിരുന്നത്. സംഘത്തിന്റെ പുതിയ പ്രധാനി ഗ്രോവാസു എന്ന വാസുവായിരുന്നു. ഇത്തവണ മുൻ പരാജയങ്ങളിൽ നിന്നും കൂടുതൽ വ്യക്തത നേടിയ വർഗീസ് തന്റെ പൂർണ്ണമായ പദ്ധതി പലവട്ടം സംഘത്തിന് മുന്നിൽ അവതരിപ്പിച്ച് തൃപ്തിപ്പെട്ടു. മറ്റുള്ളവർക്കും സ്വീകാര്യമായ ആക്രമണ പരമ്പര വടക്കേ വയനാട്ടിൽ നിന്ന് ആരംഭിക്കാൻ സംഘം തീരുമാനിക്കുകയും അതിനായി തൃശ്ശൂരിൽ നിന്ന് അവർ വയനാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു. ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ട ചില ജന്മിമാരുടെ ലിസ്റ്റാണ് വർഗീസ്
സംഘത്തിന് മുന്നിൽ വെച്ചത്. അതിൽ വാസുദേവ അടിക എന്ന ഭൂപ്രമാണിയും ചേക്കു എന്ന മറ്റൊരാളും ഉണ്ടായിരുന്നു. ശൂലപാണി വാര്യരാണ് മറ്റൊരു ഇരയായി ഉണ്ടായിരുന്നത്. മറ്റൊന്ന് കേശവൻ മൂസത്. 20ഓളം പേരാണ് ഇത്തവണ വർഗീസിനും ഗ്രോവാസുവിനുമൊപ്പം സംഘത്തിലുണ്ടായിരുന്നത്. അതിൽ തന്നെ 8ഓളം പേർ ആദിവാസികളുമായിരുന്നു. തൃശ്ശിലേരിയിലെ ഒരു ആദിവാസി കുടിലിൽ സംഘം തങ്ങളുടെ ആദ്യ യോഗം ചേർന്നു. അവിടെ ഇരുന്ന് ആക്ഷൻ പ്ലാനുകൾ വീണ്ടും വിലയിരുത്തി. അന്ന് വൈകിട്ട് 7 മണിയോടെ സംഘാംഗങ്ങൾ തൃശ്ശിലേരിയിൽ നിന്നും പുറപ്പെട്ടു. ആദ്യം സംഘം എത്തിയത് അപ്പുസ്വാമി എന്ന പേരുള്ള ഒരു ജന്മിയുടെ വീട്ടിലായിരുന്നു. കാര്യമായ എതിർപ്പ് കൂടാതെ കീഴടങ്ങിയ അപ്പുസ്വാമിയുടെ പക്കൽ നിന്നും തോക്ക് കൈവശപ്പെടുത്തിയ ശേഷം ഏതാണ്ട് രാത്രി 10 മണിയോടെ വാസുദേവ അടിക എന്ന പ്രബലനായ പ്രദേശത്തെ ജന്മിയുടെ ഗ്രഹത്തിലെത്തിച്ചേർന്നു. സംഘം പ്രതീക്ഷിച്ചതിലും വലിയ ചെറുത്തുനിൽപ്പ് അടികയുടെ വീട്ടിൽ നേരിടുകയും എന്നാൽ സ്ത്രീകളെ ഉപദ്രവിക്കാതെ വാസുദേവ അടികയിൽ നിന്നും ബലമായി കള്ളപ്രമാണങ്ങളും മറ്റ് ആധാരങ്ങളും പിടിച്ചെടുത്ത് അവിടെ വെച്ച് തന്നെ തീയിട്ട് നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ബഹളത്തിനിടയിൽ അടികയുടെ മകൻ രക്ഷപ്പെടുകയും ഏതാനും ആളുകളെ കൂട്ടി ഉടൻ തിരിച്ചെത്തി സംഘത്തെ തടഞ്ഞത് കൂടുതൽ സംഘർഷത്തിനിടയാക്കി. സംഘർഷം വളരുന്നതിനിടയിൽ സമരക്കാരിൽ ആരുടെയോ തോക്കിൽ നിന്നുതിർന്ന വെടിയുണ്ട വാസുദേവ അടികയുടെ ജീവനെടുത്തു. തുടർന്ന് ശൂലപാണി വാര്യരുടെ വീട്ടിലെത്തി തോക്കും മറ്റും കൈക്കലാക്കിയ ശേഷം മറ്റൊരു ജന്മിയായ കേശവൻ മൂസതിന്റെ വീട്ടിലേക്ക്. പക്ഷെ അവിടെ ഉണ്ടായ ചില പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് മൂസതിനെ കൊല്ലാതെ അയാളിൽ നിന്ന് പണവും അരിയും ഭക്ഷണ സാധനങ്ങളും എടുത്ത് വേഗം തന്നെ സംഘം ചേക്കുവിന്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങാൻ ആരംഭിച്ചു. അപ്പോഴേക്കും പുലർച്ചെ 4 മണിയോടടുത്തിരുന്നു. ചേക്കു എന്ന ആൾ ആ പ്രദേശത്തെ ഒരു പ്രധാന പലിശപ്പണക്കാരനും പോലീസിന്റെ ഒരു ഒറ്റുകാരനുമായി പ്രവർത്തിക്കുന്ന ആളുമായിരുന്നു. അതിനാൽ ചേക്കുവിനെ കൊലപ്പെടുത്താൻ തന്നെയായിരുന്നു സംഘത്തിന്റെ തീരുമാനവും. ഒറ്റുകാരോട് വിപ്ലവകാരികൾ ഒരിക്കലും പൊറുക്കില്ല എന്നത് അവരുടെ അടിയുറച്ച തീരുമാനം തന്നെയായിരുന്നു. വീടിന് മുന്നിൽ പിടിച്ചുകെട്ടി മുന്നിൽ നിന്ന് വെടിവെക്കുകയും ചേക്കുവിന്റെ നെഞ്ചിലൂടെ കടന്നുപോയ വെടിയുണ്ട അയാളുടെ ജീവനെടുക്കുകയും ചെയ്തു. മുൻപ് പുൽപ്പള്ളി ആക്ഷന് ശേഷം മടങ്ങിയ അജിതയും ഫിലിപ്പം പ്രസാദും ഒക്കെ പോലീസിന്റെ പിടിയിലായത് ഈ ചേക്കുവിന്റെ ഒറ്റിലാണെന്ന് വർഗീസും മറ്റും ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതിനുള്ള ശിക്ഷയായിട്ടാണ് ചേക്കുവിനെ ഉന്മൂലനം ചെയ്യാൻ സംഘം തീരുമാനമെടുത്തത്. എന്തായാലും ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ വാസുദേവ അടിക, ചേക്കു എന്നീ വർഗശത്രുക്കളെ വകവരുത്തുകയും മറ്റു ചില ജന്മിമാരിൽ നിന്നും അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കൾ തട്ടിയെടുത്ത് അടിയാളർക്ക് വിതരണം ചെയ്തും തങ്ങളുടെ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കി സംഘം നരിനിരങ്ങി മലവഴി കയറി കാട്ടിൽ മറഞ്ഞു. 1970 ഫെബ്രുവരി 10 അന്ന് പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ റേഡിയോയിലൂടെയും പത്രങ്ങളിലൂടെയും പരന്ന വാർത്തകളൊക്കെ കേരളക്കരയെ തന്നെ നടുക്കുന്നതായിരുന്നു. അങ്ങ് വയനാട്ടിൽ ജന്മിമാർ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടതും അവരുടെയെല്ലാം വീട് കൊള്ളയടിക്കപ്പെട്ടതുമായ നിരവധി വാർത്തകളിലൂടെ കേരളം ഭീതിയിലാണ്ടു. വാർത്താ പ്രാധാന്യം കൊണ്ട് എന്തിന് BBC വാർത്താ ബുള്ളറ്റിനിൽ പോലും വയനാട്ടിലെ ഒരു അപ്രധാന പ്രദേശമായ തിരുനെല്ലി സ്ഥാനം പിടിച്ചു എന്ന് പറയുമ്പോൾ സംഗതി അതത്ര നിസ്സാരമല്ലെന്ന് മനസ്സിലാക്കി. അക്ഷരാർത്ഥത്തിൽ കേരളത്തെ പിടിച്ചുലച്ച സംഭവങ്ങൾ അരങ്ങേറി മണിക്കൂറുകൾക്കുള്ളിൽ സർക്കാരും പോലീസ് സേനയും സർവസജ്ജമായി. DYSP ലക്ഷ്മണയുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം മാനന്തവാടി ലക്ഷ്യമാക്കി കുതിച്ചു. ഒപ്പം വൻ പോലീസ് സന്നാഹവും. അതോടെ MSP ക്യാമ്പുകൾ ഉണർന്നു. CRPFന്റെ വലിയൊരു ബറ്റാലിയൻ തന്നെ തിരുനെല്ലി പ്രദേശത്തെത്തി ക്യാമ്പ് ചെയ്തു. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ വക ഊട്ടുപുരയാണ് താൽക്കാലികമായി സേന കേന്ദ്രമാക്കിയത്. മൈസൂർ വനങ്ങളിലും ബ്രഹ്മഗിരി കാടുകളിലും CRPFന്റെ നേതൃത്വത്തിലുള്ള സേനയും കേരള പോലീസിന്റെ പ്രത്യേക സേനയും അരിച്ചുപെറുക്കിയുള്ള പരിശോധനയാണ് പിന്നീടുണ്ടായത്. സഖാവ് വർഗീസിന്റെ ആയുസിന്റെ തന്നെ ദിനങ്ങൾ അതോടെ എണ്ണപ്പെട്ടു തുടങ്ങുകയായിരുന്നു. നരിനിരങ്ങി മല കയറി കാട്ടിലൊളിച്ച വർഗീസ് അടങ്ങുന്ന സംഘം ഇതിനോടകം ഏതാണ്ട് 7 രാത്രി പകലുകൾ വനത്തിനുള്ളിൽ തള്ളി നീക്കിയിരുന്നു. വാസുദേവ അടികയുടെയും ചേക്കുവിന്റെയും കൊലപാതകങ്ങൾ വയനാടിനെ ആകപ്പാടെ ഉലച്ചു കളഞ്ഞിരുന്നു. ഭൂപ്രഭുക്കന്മാരും മർക്കട മുഷ്ടിക്കാരുമായ ജന്മിമാരും ഭയന്ന് വിറച്ച് സേനയെ അഭയം പ്രാപിച്ചതോടെ വയനാടിന്റെ മണ്ണ് വിറങ്ങലിച്ചു നിന്ന ദിനങ്ങളായിരുന്നു പിന്നീട്. CRPFും MSPയും ഊർജിതമായ അന്വേഷണം ആരംഭിച്ച വിവരം ഇതിനോടകം വർഗീസും സംഘാംഗങ്ങളും റേഡിയോ വഴി അറിഞ്ഞു കഴിഞ്ഞിരുന്നു. വർഗീസും ഗ്രോവാസുവും തോണിക്കുഴി ഔസേപ്പും ചോമൻ മൂപ്പനുമൊക്കെ അടങ്ങുന്ന നക്സൽ സംഘം ഭക്ഷണത്തിന്റെ അപര്യാപ്തത മൂലം രാത്രി കാടിറങ്ങി ഇരുളിന്റെ മറവിൽ ആദിവാസി കുടിലുകളെ ലക്ഷ്യമാക്കി നടന്നു. അതികഠിനമായ വിശപ്പും ദാഹവും ഏറ്റവും അധികം തളർത്തിയത് വർഗീസിനെയായിരുന്നു.
ദിവസങ്ങളായി നഷ്ടപ്പെട്ട ഉറക്കം കൂടിയായപ്പോൾ സംഘത്തിനൊപ്പം സഞ്ചരിക്കാൻ സഖാവ് വർഗീസിന് തീരെ കഴിയാതെ വന്നു തുടങ്ങി. ഒരു വിധത്തിൽ ആ സംഘത്തോടൊപ്പം സഞ്ചരിച്ച വർഗീസിനെയും സംഘത്തെയും കാത്ത് ഏതാനും വാരകൾക്കകലെ വലിയൊരു വിപത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഒരു കുന്നിറങ്ങി വരവേ കാണാവുന്ന ദൂരത്തിൽ പോലീസ് സേനയെ കണ്ട സംഘം തിരികെ ഓടി കാട് കയറി. എന്നാൽ ഇതിനോടകം വനത്തിൽ ആളനക്കം തിരിച്ചറിഞ്ഞ പോലീസ് സേന കനത്ത വെടിവയ്പ് ആരംഭിച്ചു. കൊടുങ്കാട്ടിൽ ലക്ഷ്യം തെറ്റി വർഗീസും സംഘവും പലതായി ചിതറി പരസ്പരം ഒറ്റപ്പെട്ടുപോയി. വഴിയറിയാതെ ചുറ്റിക്കറങ്ങി നടന്ന സംഘം പിന്നീട് പരസ്പരം കാണുകയുണ്ടായില്ല. പോലീസ് ഒരുക്കിയ കെണിയിൽ ആദ്യം വീണത് ഗ്രോവാസുവായിരുന്നു. ചിറക്കര എസ്റ്റേറ്റിന് സമീപത്ത് വെച്ചാണ് സേന ഗ്രോവാസുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. അടുത്ത ദിവസം പകൽ നേരത്ത് ചോമൻ മൂപ്പനും ഉച്ചയോടെ തോണിക്കുഴി ഔസേപ്പും തുടർന്നുള്ളവരും പോലീസിന്റെ പിടിയിലകപ്പെട്ടു. അപ്പോഴും വർഗീസിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. പക്ഷെ അപ്പോഴേക്കും വർഗീസിന്റെ അവസ്ഥയും വളരെ മോശമായി തുടങ്ങിയിരുന്നു. വെറും കാട്ടുനെല്ലിക്ക മാത്രമായിരുന്നു ദിവസങ്ങളോളം സഖാവിന്റെ ഭക്ഷണം. കടുത്ത വിശപ്പും ക്ഷീണവും ഒടുവിൽ ആ വിപ്ലവകാരിയെ കാടിറങ്ങാൻ നിർബന്ധിതനായി. അതൊരു ഫെബ്രുവരി 18 തിരുനെല്ലിക്കടുത്ത് ആനക്കുഴി മലയുടെ ഓരമിറങ്ങി വർഗീസ് മുന്നോട്ട് നടന്നു. ലക്ഷ്യം ശിവരാമൻ നായരുടെ വീടായിരുന്നു. പെട്ടെന്ന് വർഗീസിനെ മുന്നിൽ കണ്ട ശിവരാമൻ നായർ പകച്ചുപോയി. ഒരു നിമിഷം പ്രേതത്തെ നേരിൽ കണ്ടതുപോലെ അയാളുടെ മുഖം വിളറി. അത് കണ്ടതായി പോലും നടിക്കാതെ വർഗീസ് ശിവരാമൻ നായരുടെ വീടിനുള്ളിലേക്ക് കയറി. പിന്നാലെ ശിവരാമൻ നായരും. തനിക്കാദ്യം അല്പം ഭക്ഷണം വേണമെന്ന് വർഗീസ് ആവശ്യപ്പെട്ടു. ശിവരാമൻ നായരുടെ ഭാര്യ ആദിവാസിയായ വെള്ള വർഗീസിന് ആഹാരം നൽകി. നിരവധി ദിവസങ്ങളായി നല്ല രീതിയിൽ ആഹാരം കഴിക്കാതെ ഇരുന്ന വർഗീസിന് അധികമൊന്നും കഴിക്കാനും കഴിഞ്ഞില്ല. ഭക്ഷണവും വെള്ളവും കുടിച്ചതോടെ വർഗീസിന് വല്ലാതെ ഉറങ്ങാനുള്ള പ്രേരണയുണ്ടായി. ഇറയത്ത് കടന്ന പനമ്പായിൽ വർഗീസ് തലചായിച്ചു. അതിവേഗം സഖാവ് ഗാഢമായ മയക്കത്തിലേക്ക് വഴുതി വീണു. ഈ സമയം ശിവരാമൻ നായർക്ക് എന്തു ചെയ്യണമെന്ന് നിശ്ചയമുണ്ടായിരുന്നില്ല. പ്രദേശമാകെ മലബാർ സ്പെഷ്യൽ പോലീസും കേരള പോലീസും വർഗീസിനായി ഊർജിതമായ തിരച്ചിൽ നടത്തുകയാണ്. ഡിവൈഎസ്പി ലക്ഷ്മണ, DIG വിജയൻ, തലശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ നമ്പ്യാർ, മാനന്തവാടി SI മുഹമ്മദ് തുടങ്ങി സേനയുടെ തലപ്പത്തുള്ളവരെല്ലാം പ്രദേശത്ത് തന്നെ തമ്പടിച്ച് അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നുമുണ്ട്. നക്സൽ സംഘത്തിലുള്ള ഒരുവിധപ്പെട്ട നേതാക്കളും അണികളുമൊക്കെ പോലീസിന്റെ പിടിയിൽ ഇതിനോടകം അകപ്പെട്ട് കഴിഞ്ഞിരുന്നു. വർഗീസിനെ മാത്രമാണ് ഇനി പിടിക്കാനുള്ളത്. ശിവരാമൻ നായർ വർഗീസ് ഉറക്കമായതോടെ അയൽവാസിയായ ശ്രീധരൻ മാസ്റ്ററോട് വർഗീസ് തന്റെ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന വിവരമറിയിച്ചു. വിവരം കേട്ടപാടെ ശ്രീധരൻ മാസ്റ്റർ MSP ക്യാമ്പിലേക്ക് പാഞ്ഞു. ശ്രീധരൻ മാസ്റ്റർ നൽകിയ രഹസ്യ വിവരം അറിഞ്ഞതോടെ MSP ക്യാമ്പ് പെട്ടെന്ന് തന്നെ ഉണർന്നു. മേലധികാരികളുടെ നിർദ്ദേശപ്രകാരം ഒരു വലിയ സേന തന്നെ മാസ്റ്റർക്കൊപ്പം ശിവരാമൻ നായരുടെ വീട് ലക്ഷ്യമാക്കി നീങ്ങി. ഏതാണ്ട് 9 മണിയോടെ പോലീസ് സംഘം ശിവരാമൻ നായരുടെ വീട് വളഞ്ഞു. വീട് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. അതോടെ പോലീസ് വീടിന്റെ വാതിൽ തല്ലിത്തകർത്ത് അകത്തു കയറി. ഏതാണ്ട് 30-നോടടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കാക്കി ട്രൗസറും വെള്ള ബനിയനും ധരിച്ച് മുഖത്ത് വലിയ പരിഭ്രമമൊന്നും കൂടാതെ തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് കണ്ട പോലീസ് സംഘത്തിന് അത് വർഗീസ് തന്നെയാണോ എന്ന് സംശയമുണ്ടായിരുന്നു. സംഘത്തിലുള്ള പോലീസുകാരിൽ ആർക്കും തന്നെ മുൻപ് വർഗീസിനെ മുഖപരിചയം ഉണ്ടായിരുന്നില്ല. എങ്കിലും കൈ പിന്നിൽ ചേർത്ത് കെട്ടി പോലീസ് വർഗീസിനെ വീടിന് പുറത്തെത്തിച്ചു. ഇതിനോടകം നക്സൽ വർഗീസ് പിടിയിലായ വിവരം കാട്ടുതീ പോലെ പ്രദേശമാകെ പരതിരുന്നു. ശിവരാമൻ നായരുടെ പറമ്പിലേക്കും സമീപ പ്രദേശത്തേക്കും വലിയ ജനക്കൂട്ടം ഇരമ്പിയെത്തിയത് പോലീസിന് നേരിയ തലവേദന സൃഷ്ടിക്കുകയും ചെയ്തു. മുന്നോട്ട് നടക്കവേ വർഗീസ് ശിവരാമൻ നായരെ കാണുകയും ചെയ്തു. ഭയം കൊണ്ട് അയാളുടെ തല താണിരുന്നു. നടന്ന് സമീപത്തെത്തിയപ്പോൾ താനെന്നെ ഒറ്റുകൊടുത്തു എല്ലടോ നായരെ എന്ന് അടക്കിയ സ്വരത്തിൽ വർഗീസ് ചോദിക്കുകയും ചെയ്തു. ഉന്തിത്തള്ളി പോലീസ് വർഗീസിനെ മുന്നോട്ട് നടത്തി. അവർ സഖാവിനെ നേരെ കൊല ചെയ്യപ്പെട്ട ചേക്കുവിന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. പിടിയിലായത് വർഗീസ് തന്നെയാണോ എന്ന് പോലീസിന് ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങോട്ട് കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോൾ ചേക്കുവിന്റെ വിധവ വർഗീസിനെ തിരിച്ചറിയുകയും ഒടുവിൽ പിടിയിലായത് ദിവസങ്ങളായി രാപ്പകൽ തങ്ങൾ അന്വേഷിച്ച് നടന്ന നക്സൽബാരി നേതാവ് വർഗീസ് തന്നെയെന്ന് പോലീസ് ഉറപ്പിക്കുകയും ചെയ്തു. അവിടെ നിന്ന് വർഗീസിനെ നേരെ മാനന്തവാടിയിലേക്കാണ് ജീപ്പ് മാർഗം കൊണ്ടുപോയത്. എന്നാൽ ജീപ്പ് പകുതി വഴി എത്തുന്നതിനു മുമ്പ് കാട്ടിക്കുളം എന്ന പ്രദേശത്ത് വെച്ച് വലിയൊരു പോലീസ് വാൻ നിറയെ പോലീസും മുന്നിൽ മറ്റൊരു ജീപ്പും എതിർദിശയിൽ നിന്നും വന്നു. ഇരു ജീപ്പിലും ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ രഹസ്യമായി എന്തൊക്കെയോ സംസാരിക്കുന്നത് ജീപ്പിനുള്ളിലിരുന്ന വർഗീസിന് കാണാമായിരുന്നു. അല്പം മാറി നിന്നാണ് പോലീസ് സംഘം സംസാരിച്ചതെങ്കിലും കാര്യങ്ങളുടെ പോക്ക് ഏതാണ്ടൊക്കെ
വർഗീസിന് മനസ്സിലായി തുടങ്ങിയിരുന്നു. താൻ ജീവനോടെ പുറംലോകം കാണാൻ സാധ്യതയില്ലെന്ന് വർഗീസിന് ഏതാണ്ട് ഉറപ്പായി. അത് ജീപ്പിൽ തന്റെ അരികിലിരിക്കുന്ന പോലീസുകാരോട് വർഗീസ് തുറന്നു പറയുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് പോലീസുകാർ അത് വിശ്വസിക്കുകയുണ്ടായില്ല. ജീപ്പ് വന്നതുപോലെ തിരിച്ചുവിടാനായിരുന്നു ഉദ്യോഗസ്ഥരുടെ ആജ്ഞ. ഇതിനിടെ മുന്നിലിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം ഒരു തോർത്ത് ഉപയോഗിച്ച് വർഗീസിന്റെ കണ്ണുകൾ പോലീസുകാർ മൂടിക്കെട്ടി. പിന്നീട് എവിടെയോ പോലീസ് ജീപ്പ് നിർത്തിയതായി വർഗീസിന് മനസ്സിലായി. ഏതാണ്ട് 2 മണിയോടെ പോലീസുകാർ ഇരുവശവും നിന്ന് പിടിച്ച് വർഗീസിനെ ജീപ്പിൽ നിന്നും പുറത്തിറക്കി. കണ്ണ് കെട്ടിയിരുന്നത് കൊണ്ട് ചുറ്റും ഇരുട്ടായതിനാൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന വർഗീസിനെ പോലീസുകാർ ചേർന്ന് ഉയർന്ന ഒരു പ്രദേശത്തേക്ക് നടത്തിക്കൊണ്ടുപോയി. മുന്നോട്ട് നടക്കവേ കാട്ടിനുള്ളിലേക്കാണ് തന്നെ കൊണ്ടുപോകുന്നതെന്ന് വർഗീസിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അത്തരം പ്രദേശങ്ങളിലൂടെ താൻ നടന്നതുപോലെ മറ്റാരും നടന്നിരിക്കാൻ ഇടയില്ലല്ലോ. കുറച്ചു നേരം കൂടി മുന്നോട്ട് നടത്തിക്കൊണ്ടുപോയ ശേഷം മറ്റൊരു ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം സഖാവിനെ ഒരു വലിയ മരത്തിനോട് ചേർത്ത് നിലത്തിരുത്തി. കുറച്ചു സമയത്തേക്ക് ആരുടെയും സംസാരമൊന്നും ഉണ്ടായില്ല. കരിയിലകൾ ഞെരിഞ്ഞമരുന്ന ഒച്ച മാത്രം ഇടയ്ക്കിടയ്ക്ക് കേൾക്കാമായിരുന്നു. ഇതിനിടയിൽ ബീഡി വലിച്ചുകൊണ്ട് അടുത്തിരുന്ന ഏതോ ഒരു പോലീസുകാരൻ വർഗീസിന്റെ ചുണ്ടിലേക്ക് ബീഡി തിരികെ നൽകി. 2-3 പുകയെടുത്ത വർഗീസ് ഒന്ന് ചുമച്ചു. പിന്നെ അടുത്തിരുന്ന പോലീസുകാരനോട് പതിഞ്ഞ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു: സുഹൃത്തെ, നിങ്ങളിൽ ആർക്കാണ് എന്നെ വെടിവെക്കാനുള്ള നിയോഗം ലഭിക്കുക എന്ന് എനിക്കറിയില്ല. ആരായാലും അത് നിങ്ങളുടെ ഡ്യൂട്ടിയിൽപ്പെടുന്ന കാര്യമാണ്. അതിൽ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളിൽ ആരായാലും എനിക്കത് ഒരുപോലെയാണ്. എനിക്ക് നിങ്ങളുടെ മുഖം പോലും കാണാൻ കഴിയില്ലല്ലോ. എന്നാൽ എനിക്കൊരു അപേക്ഷയുണ്ട്. വെടിവെക്കും മുമ്പ് അവസാന നിമിഷങ്ങളിൽ നിങ്ങൾ എനിക്കൊരു സൂചന തരണം. ഏതെങ്കിലും തരത്തിൽ ഒരു ശബ്ദമുണ്ടാക്കിയാലും മതി, മറ്റൊന്നിനുമല്ല. ഇതുവരെ പ്രവർത്തിച്ച പ്രസ്ഥാനത്തിനും പ്രത്യയശാസ്ത്രത്തിനും എനിക്കും വേണ്ടി അവസാനമായൊരു മുദ്രാവാക്യം, ഒരു സിന്ദാബാദ് വിളിക്കണം. വർഗീസ് പറഞ്ഞു നിർത്തി. ഇതിനിടയിൽ ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയും വരികയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ചില ഉന്നത ഉദ്യോഗസ്ഥർ പോലീസുകാരോട് തട്ടിക്കയറുന്നതും ചീത്ത വിളിക്കുന്നതുമൊക്കെ വർഗീസിന് കേൾക്കാമായിരുന്നു. ഏതോ ഒരു പോലീസുകാരനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും വർഗീസ് കേട്ടു. തന്നെ വെടിവെക്കാൻ ഏതോ സാധുവായ ഹതഭാഗ്യനായ പോലീസുകാരനെ അവർ നിർബന്ധപൂർവം ചുമതലപ്പെടുത്തുകയാണെന്നും വർഗീസിന് മനസ്സിലായി. അധികം വൈകിയില്ല. തൻ്റെ ഇടത്തെ നെഞ്ചിൽ തോക്കിന്റെ നീണ്ട ബാരൽ മുട്ടിയ തണുപ്പ് വർഗീസിന് അനുഭവപ്പെട്ടു. 1970 ഫെബ്രുവരി 18, നേരം കൃത്യം 6:55 കാണും. തൊട്ടടുത്ത് നിന്ന പോലീസുകാരൻ ഷൂ എന്നൊരു ചെറു ശബ്ദമുണ്ടാക്കിയതോടെ വർഗീസിന് കാര്യം മനസ്സിലായി. ഒരു നിമിഷം പാഴാക്കാതെ ആ വിപ്ലവകാരി ഉറക്കെ വിളിച്ചു പറഞ്ഞു: മാവോയിസ്റ്റ് ഐക്യം സിന്ദാബാദ്, വിപ്ലവം ജയിക്കട്ടെ. തുടർന്ന് ഫയർ എന്നൊരു അലർച്ചയും ഒപ്പം വെടിപൊട്ടിയതും ഒന്നിച്ചായിരുന്നു. മറ്റൊരു സ്വരവും പുറപ്പെടുവിക്കാതെ സഖാവ് വർഗീസ് ചാരി നിന്ന മരത്തിൽ നിന്ന് തെന്നി സമീപമുണ്ടായിരുന്ന ഒരു പാറയുടെ അരികിലേക്ക് മറിഞ്ഞു വീണു. അതോടെ അന്നുവരെ കേരളം കണ്ട ഐതിഹാസികമായ ഒരു ധീര വിപ്ലവകാരിയുടെ ജീവൻ തിരുനെല്ലിക്കാടിന്റെ വന്യതയിൽ പൊലിഞ്ഞു. സമത്വവും സുന്ദരവുമായ ഒരു ലോകം ആദിവാസികൾക്കും സാധു കർഷകർക്കും ലഭിക്കാൻ ഊണുമുറക്കവും ഉപേക്ഷിച്ച് സ്വന്തമായതെല്ലാം ത്യജിച്ച മനുഷ്യസ്നേഹിയായ ഒരു വിപ്ലവകാരിയുടെ നാമവും പേറി തിരുനെല്ലിക്കാട്ടിൽ വർഗീസ് വീണു മരിച്ച പാറക്കെട്ട് സഖാവ് വർഗീസ് പാറ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു. അങ്ങ് ബൊളീവിയൻ കാടുകളിൽ പൊലിഞ്ഞുപോയ ലോകം കണ്ട മഹാവിപ്ലവകാരിയായ ഏണസ്റ്റോ ചെഗുവേരയെ ഓർമ്മപ്പെടുത്തും വിധം ഇങ്ങ് ദൂരെ കൊച്ചു കേരളത്തിലും വിപ്ലവത്തിന്റെ കാഹളം മുഴക്കിയ അടിയോരുടെ പെരുമനായ സഖാവ് വർഗീസിനെ കേരള ചെഗുവേര എന്ന നാമം നൽകി വിശേഷിപ്പിച്ചതിൽ തെല്ലും അതിശയോക്തിയില്ലെന്ന് ആ ധീര